ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 24 പ്രഹ്ലാദ ചരിതാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ഭക്തന്മാരുടെയും ഭക്തിയുടെയും കഥ പറയാൻ, അതിലേക്ക് നമ്മളെ എത്തിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തൻ്റെ 24ാമത്തെ ഭജന ദിവസം തുടങ്ങുകയാണ്. ഹിരണ്യാക്ഷനെ വധിച്ചു, ഹിരണ്യകശിപു ദേഷ്യപ്പെട്ടു. അങ്ങനെ കഥ പറഞ്ഞ് പ്രഹ്ലാദനിലേക്ക് എത്തുകയാണ്. ഭഗവാന്റെ ഭക്തന്മാർ ഏറെ ഉണ്ടെങ്കിലും അവരിൽ ഒന്നാം സ്ഥാനമുള്ളത് ഒരു അസുരക്കുട്ടിക്കാണ്, പ്രഹ്ലാദന്. ഭഗവാനാകട്ടെ മോക്ഷദായകനാണ്. ഭഗവാന് മാത്രമേ, മുകുന്ദന് മാത്രമേ മോക്ഷം നൽകാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാനിലേക്ക് തിരിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അവിടെ നിന്ന് മോക്ഷം നൽകും. അതിന് ഭക്തി തന്നെ വേണമെന്ന് പോലും ഇല്ല. ഭയം കൊണ്ടും ദ്വേഷം കൊണ്ടും കാമം കൊണ്ടും അങ്ങനെ എന്ത് ഭാവത്തോടെ ആയിക്കോട്ടെ, തന്നെ സദാ സ്മരിക്കുന്നവർ ആരാണോ അവർക്ക് ഭഗവാൻ തൻ്റെ അടുത്തേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ ഹിരണ്യകശിപു ഒരു പ്രതിജ്ഞ ചെയ്യാണ്. തൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യാക്ഷൻ ലോകത്തിലെ ഏറ്റവും ശക്തനായിരുന്നു, ശരീരത്തിൻ്റെ വലുപ്പം കൊണ്ടും കായിക ശക്തി കൊണ്ടുമൊക്കെ. അങ്ങനെയുള്ള തൻ്റെ പ്രിയപ്പെട്ട അനുജനെ ഇന്ദ്രനും ദേവന്മാരുമൊക്കെ പ്രേരിപ്പിച്ചിട്ടാണ് ഭഗവാൻ മഹാവിഷ്ണു വരാഹരൂപിയായിട്ട് വന്ന് വധിച്ചത്. ആ സങ്കടം, അനുജൻ്റെ വധം സംഭവിച്ചുല്ലോ എന്നുള്ള ആ സങ്കടം സഹിക്കാതെയും ഇവരെയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ദേവന്മാരെയും വിഷ്ണുവിനെയും അവർക്ക് ഉയർച്ച തന്നെയല്ലേ സംഭവിക്കണമെന്നുള്ള ആ ക്രോധം കൊണ്ടും സ്വബോധം നഷ്ടപ്പെട്ട് വിറച്ചുകൊണ്ട് അദ്ദേഹം അസുരന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ സദസ്സിൽ വെച്ചിട്ട്, ആ സഭയിൽ വെച്ചിട്ട് ഒരു പ്രതിജ്ഞ ചെയ്യാണ്. എൻ്റെ സഹോദരനെ വധിച്ച വിഷ്ണുവിനെ ഈ ശൂലം കൊണ്ട് ഞാൻ വധിക്കും, എന്നിട്ട് ആ രക്തം കൊണ്ട് എൻ്റെ സഹോദരന് തർപ്പണം ചെയ്യും എന്നാണ് പ്രതിജ്ഞ. നിങ്ങളെന്ത് വേണം? നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് പോയിട്ട് അവിടെ പൂജ നടത്തുന്ന ബ്രാഹ്മണന്മാരെയും അതിന് സഹായിക്കുന്ന ക്ഷത്രിയന്മാരെയും അതിനുള്ള പാലൊക്കെ കൊടുക്കണ എല്ലാ പശുക്കളെയും ഒക്കെ വധിക്കണം. ഭൂമിയിലൊരു യജ്ഞമോ യാഗമോ ഒന്നും നടത്താൻ സമ്മതിക്കരുത് എന്നൊക്കെ കോപം കൊണ്ട് കലി തുള്ളിക്കൊണ്ട് അങ്ങനെ പറയുകയാണ്. അതാണ് ഈ 1ാമത്തെ ശ്ലോകത്തിലുള്ളത്. ആദ്യം തന്നെ ഹിരണ്യകശിപുവിൽ കൂടിയാണ് പ്രഹ്ലാദനിലേക്ക് എത്തുന്നത്. ശ്ലോകം: ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവഭവദാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിർ ഏതസ്യ സഹജാ ഹിരണ്യപ്രാരംഭ കശിപു അമരാരാദി സദസി പ്രതിജ്ഞാം ആതേനെ തവ കിലവധാർത്ഥം മധുരിപോ. സംബോധന തന്നെ മധുരിപോ എന്നാണ്. മധു എന്നു പേരായിട്ടുള്ള മധു കൈഢഭന്മാർ 2 പേരെയും, അവരും വളരെ ഘോരന്മാരായിട്ടുള്ള അസുരന്മാരായിരുന്നു. അവരെ ഭഗവാൻ തൻ്റെ തുടമേൽ വെച്ച് വളരെ നിസ്സാരമായിട്ട് വധിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു സൂചന അതുപോലെ തന്നെ ആയിരിക്കും ഈ ഹിരണ്യകശിപു വധവും എന്ന് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം. പിന്നെ തൻ്റെ പ്രസംഗത്തിൽ ഈ ഹിരണ്യകശിപു പറയുന്നുണ്ട്, ഒരു മരത്തിൻ്റെ വേര് മുറിച്ചാൽ മരം ഉണങ്ങിക്കൊള്ളൂല്ലോ, അതുപോലെ ഈ ദേവന്മാരുടെ തായ് വേരാണ് വിഷ്ണു. ദേവന്മാരുടെ മാത്രമല്ല അസുരന്മാരുടെയും, പ്രഹ്ലാദൻ പിന്നീട് പറയണ മാതിരി സകലരുടെയും, സകല ചരാചരങ്ങളുടെയും തായ് വേരാണ് വിഷ്ണു. വിഷ്ണുവിനെ ഇല്ലാതാക്കുകയാണെങ്കിൽ ദേവന്മാരും സ്വാഭാവികമായിട്ട് നശിച്ചുകൊള്ളും. എന്നെന്നും നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ദേവന്മാരെ നശിപ്പിക്കണമെങ്കിൽ വിഷ്ണുവിനെ ഇല്ലാതാക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട വഴി. അതുകൊണ്ട് ഞാൻ അതിനുള്ള പുറപ്പാടാണ്, ഞാൻ അതിനെ ഈ ശൂലം കൊണ്ട് വിഷ്ണുവിനെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാണ്. അർത്ഥം: ഹിരണ്യാക്ഷേ പൗത്രിപ്രവരവപുഷാ ദേവഭവദ. പൗത്രിപ്രവരൻ എന്ന് പറഞ്ഞാൽ വരാഹ ശ്രേഷ്ഠൻ ആയിട്ടുള്ള വപുഷ, വരാഹത്തിൻ്റെ രൂപമെടുത്തിട്ടുള്ള, ശരീരമെടുത്തിട്ടുള്ള ഭവത, അങ്ങ്
അല്ലേ ഭഗവാനെ, അങ്ങല്ലേ അന്ന് വരാഹരൂപിയായിട്ട് ആ ഹിരണ്യാക്ഷനെ വധിച്ചത്. മധുരിപു ആയിട്ടുള്ള മധു എന്ന അസുരൻ്റെ റിപു ശത്രുവായിട്ടുള്ള ഭഗവാനെ വിഷ്ണു, ഹേ ദേവ, അങ്ങാണ് ഹിരണ്യാക്ഷനെ വധിച്ചത്. ഹിരണ്യാക്ഷേ ഹതേ, ആ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടപ്പോൾ ഏതസ്യ സഹജ, അവൻ്റെ സഹോദരനായിട്ടുള്ള ഹിരണ്യപ്രാരംഭ കശിപു, അങ്ങനെയാണ് പറയുന്നത്. ഹിരണ്യകശിപു എന്നല്ല ആദ്യം പറയണത്. ഹിരണ്യം എന്ന വാക്ക് തുടക്കത്തിലുള്ള ആ കശിപു എന്ന അസുരൻ. ഹിരണ്യം എന്ന് സ്വർണ്ണമാണ് എങ്കിലും പൊതുവെ ഭൗതികതയിൽ വല്ലാതെ ഭ്രമിച്ചിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ പറയും. ഹിരണ്യകശിപു, അതാണ് കശിപു. ഹിരണ്യം സ്വർണവും കശിപു അതുകൊണ്ടുള്ള കിടക്ക, അതൊക്കെയാണ് അർത്ഥം. ശോകക്രോധ ഗ്ലപിത ധൃതി, ശോകം കൊണ്ടും തൻ്റെ അനുജൻ പോയതിലുള്ള ആ അതിയായ സങ്കടം കൊണ്ടും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റാത്തതിലുള്ള, ദേവന്മാരെ നശിപ്പിക്കാൻ പറ്റാത്തതിലുള്ള ക്രോധവും കൊണ്ട് ഗ്ലപിത ധൃതി, ധൈര്യമൊക്കെ ഇല്ലാതായി, ബോധമൊക്കെ നശിച്ചു. തവവധാർത്ഥം, അല്ലെങ്കിൽ ഭഗവാനെ അങ്ങേ വധിക്കാമെന്ന് വല്ലവരും പറയുമോ? തവവധാർത്ഥം, അങ്ങയുടെ വധത്തിനായിക്കൊണ്ട് അമരാരാധി സദസി, അമരന്മാർ ദേവന്മാർ, അമര ആരാധി എന്ന് പറഞ്ഞാൽ അമരന്മാരുടെ ദേവന്മാരുടെ ശത്രുക്കളായിട്ടുള്ള അസുരന്മാരുടെ സദസ്സിൽ വെച്ച് പ്രതിജ്ഞാം ആദേനേ കില, പ്രതിജ്ഞയെ ചെയ്തുവല്ലോ, കഷ്ടം തന്നെ. തൻ്റെ പ്രതിജ്ഞ തൻ്റെ ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടെ നിൽക്കണം, എല്ലാ വിഷ്ണു ഭക്തന്മാരെയും ഇല്ലാതാക്കണം, ഞാനും എന്ത് ത്യാഗം സഹിച്ചും വിഷ്ണുവിനെ നശിപ്പിക്കുന്നതാണ് എന്ന് ഹിരണ്യകശിപു ഉഗ്രമായിട്ടുള്ള പ്രതിജ്ഞ ചെയ്തു എന്നാണ്. ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവ ഭവതാ ഹതേ ശോകക്രോധഗ്ലപിതധൃതിരേതസ്യ സഹജ ഹിരണ്യപ്രാരംഭ കശിപു അമരാരാധി സദസി പ്രതിജ്ഞാമാദേനേ